ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ ഇത് നമ്മളെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആണ്. ഇന്ന് നമ്മൾ 12/26 ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഈ വർഷം 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അപ്പൊ അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പൊ ഇതാരാണ് ശരിക്കും വരച്ചിട്ടുള്ളത്? സർ ജോസഫ് നോയൽ പാറ്റൺ ആണ് കേട്ടോ. സർ ജോസഫ് നോയൽ പാറ്റൺ, ബ്രിട്ടീഷ് ചിത്രകാരനായ സർ ജോസഫ് നോയൽ പാറ്റൺ ആണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. ഇത് എന്തിനെ ആസ്പദമാക്കിയാണ് വരച്ചിട്ടുള്ളത്? 1887 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് സ്ത്രീകളും കുട്ടികളും കാൺപൂരിൽ വെച്ച് ബ്രിട്ടീഷ് സ്ത്രീകളും കുട്ടികളും നേരിട്ട ദുരിതങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ആസ്പദമാക്കിയിട്ട് വരച്ചിട്ടുള്ള ചിത്രമാണ് എന്ത്? ഈ ഒരു ഇൻ മെമ്മോറിയം കേട്ടോ. ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ പാറ്റൺ ആണ് വരച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികൾ എന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്നാണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ ബി ആണ്, ലോർഡ് ഡഫറിൻ ആണ്. ലോർഡ് ഡഫറിൻ ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ഒരു സംഘടനയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. INC മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് ഡഫറിൻ ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കൃതികൾ അല്ലാത്തതാണ്? ഏതൊക്കെയാണ്? 1, 4 എന്നിവ എന്നാണ്. 1, 4 എന്നിവ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകവും അതുപോലെ അഭിനവ കേരളവും കേട്ടോ. ഓക്കെ, ആത്മോപദേശ ശതകം ആരുടേതാണ്? നമുക്കറിയാം ശ്രീനാരായണ ഗുരു കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണിത്, ആത്മോപദേശ ശതകം. അതുപോലെ തന്നെ അഭിനവ കേരളം, അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റെ ആട്ടോ. വാഗ്ഭടാനന്ദന്റെ ആണ് അഭിനവ കേരളം. ഓക്കെ, ആദിഭാഷയും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ, കൃതികളാണ്. നെക്സ്റ്റ്, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? MGS നാരായണൻ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം അന്തരിച്ചതെന്നാണ് 2025 ഏപ്രിൽ 26 കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയും ഇദ്ദേഹത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, സാൻമിൻ ചൂയി, സാൻമിൻ ചൂയി ഇവ എന്താണെന്നാണ് കേട്ടോ. സാൻമിൻ ചൂയി ഇവ എന്താണ്? എന്താണ്? ഓപ്ഷൻ എ ആണ്, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ് ഈ വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്കറിയാം ആധുനിക ചൈനയുടെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്ന ഡോക്ടർ സന്യാസൻ ആണ് ഈ ഒരു എന്താണ് തത്വചിന്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഡോക്ടർ സന്യാസൻ ആണ്. ഓക്കെ, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് സാൻ മിൻ ചൂയി, അതായത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. നെക്സ്റ്റ്, ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യമാണ് കേട്ടോ. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? എത്രയാണ്? നമുക്കറിയാം 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം. ഓക്കെ, അപ്പൊ ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? ഓക്കെ, നമുക്കറിയാം എന്താണ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പ്രധാന കനാലും കൂടാതെ ഉദ്യോഗമണ്ഡൽ, ചമ്പക്കര കനാലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പ്രധാന കനാലും അതുപോലെ എന്താണ് ഉദ്യോഗമണ്ഡലം, ചമ്പക്കര കനാലുകളാണ് ഈ ദേശീയ ജലപാത 3ൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്,
പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ മഹേന്ദ്രഗിരിയാണ് ട്ടോ. മഹേന്ദ്രഗിരിയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മഹേന്ദ്രഗിരിയാണ്. ഓക്കെ. ആനമുടി നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ് ട്ടോ. പശ്ചിമഘട്ടത്തിലെയും അതുപോലെ ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതുപോലെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി. ഓക്കെ. അതുപോലെ ഈ ഒരു മുല്ലയനഗിരി എന്ന് പറയുന്നത് എന്താണ്? കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാല് എന്താണ്? കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഏതാണ്? മുല്ലയനഗിരിയാണ് ട്ടോ. കർണാടകയിലെ. ഓക്കെ. പിന്നെ മീശപ്പുലിമല നമുക്കറിയാം കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മീശപ്പുലിമല കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല. ഓക്കെ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാവുന്നു. എന്താ ഒന്നുകൂടി പറയാം. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതാണ്. അതെന്താണ്? ഭ്രമണം ചെയ്യുന്നതുമായിട്ടുള്ള സമുദ്രജല സംവിധാനങ്ങളാണ്. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാവുന്നുണ്ട്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ഗൈറുകളാണ്. ഗൈറുകൾ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘാണ് ട്ടോ. ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ എ സിറസ് മേഘ ട്ടോ. സിറസ് മേഘം. അപ്പൊ സിറസ് മേഘങ്ങൾ എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഇത് നേരത്തെ തൂവലുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാന്ന് ചോദിച്ചാലും അത് സിറസ് മേഘങ്ങളാണ് കേട്ടോ. അപ്പൊ ഏറ്റവും അന്തരീക്ഷത്തിൽ താഴ്ന്ന നിലകളിൽ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റസ് ആണ് കേട്ടോ. സ്ട്രാറ്റസ് മാറിപ്പോയത്. സിറസ് ഏറ്റവും ഉയരത്തിലാണ്, സ്ട്രാറ്റസ് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന സ്ട്രാറ്റസ് ആണ്. ഓക്കെ. മേഘങ്ങളെ പറ്റി പഠിക്കണം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ് ട്ടോ. ഏതൊക്കെയാണ്? പ്രസ്താവന 1 അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വരച്ചിരിക്കുന്ന കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ പ്രസ്താവന വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ട്ടോ. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി എന്നാണ് ട്ടോ. 1 മാത്രമാണ് ശരി. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണെന്നാണ് ട്ടോ. ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണെന്നാണ്. രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെയും 4ാം പഞ്ചവത്സര പദ്ധതിയുടെയും ഇടയിലുള്ള കാലയളവിന് പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അത് തെറ്റാണ്. ഇനി 3ാമത്തെ പ്രസ്താവന എന്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. ഇത് മഹലനോബിസ് മോഡലാണ് കേട്ടോ. ഓക്കെ. മഹലനോബിസ് മോഡലാണ് 2ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഹരോൾഡ് ഡോമർ മോഡൽ ഇവിടാണ് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാറിപ്പോവരുത്. നെക്സ്റ്റ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേതെന്നാണ്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേത്? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് തെറ്റ്. എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണെന്നുള്ളത് ശരിയാണ്. 4ാമത്തത് എന്താ? കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. ഇതും ശരിയാണ് ട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. 1ാം ഘട്ടത്തിൽ നമുക്കറിയാം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ട്ടോ. പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിലാണ് കൂടുതലായിട്ടും. പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലാണ് 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ. 3ാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്നുണ്ട്. അതും തെറ്റാണ്. കാരണം എന്താണ്? ഹരിത വിപ്ലവത്തിന് ആവശ്യമായ ഉയർന്ന വിലയുള്ള വിത്തുകള്, രാസവളങ്ങൾ, കീടനാശിനികൾ, അതുപോലെ ജലസേചന സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ വലിയ കർഷകർക്കായിരുന്നു കൂടുതൽ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ചെറുകിട കർഷകരെക്കാൾ കൂടുതൽ ഗുണം ചെയ്തത് വൻകിട കർഷകർക്കായിരുന്നു. ഓക്കെ. അപ്പോ ഏതൊക്കെ പ്രസ്താവനകളാണ്? 1ഉം 3ഉം ആണ് തെറ്റ്.
നെക്സ്റ്റ് 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 4 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന, തെറ്റായിട്ടുള്ള പ്രസ്താവന 4 മാത്രം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണ്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ശരിക്ക് 2ഉം 4ഉം എന്ന് വരണം കേട്ടോ. 2ഉം 4ഉം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? ഇറക്കുമതിക്ക് ബദൽ, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു, അത് ശരിയാണ്. അതുപോലെ എന്താണ്? വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിങ്ങും നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുക്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ഇറക്കുമതിക്ക് ബദൽ നയം എന്നത് 1991 പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല കേട്ടോ. അതിന് മുമ്പത്തെ ഒരു ഇന്ത്യയുടെ നയമായിരുന്നു എന്ത്? ഇറക്കുമതിക്ക് ബദൽ നയം എന്നുള്ളത്. അത് 1991 ശേഷം ഇത് എന്താണ്? നിർത്തലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇനി നാലാമത്തെ പ്രസ്താവന സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയ്ക്ക് പങ്ക് കുറച്ചു എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും തെറ്റാണ്. അതായത് പുത്തൻ സാമ്പത്തിക നയം സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, കുറയ്ക്കുകയല്ല ചെയ്തത്. ഓക്കെ, അപ്പൊ ഏതാണ്? 2ഉം 4ഉം എന്നാണ് കേട്ടോ. 2ഉം 4ഉം എന്നുള്ള ഓപ്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 3ഉം 4ഉം എന്നാണ് കേട്ടോ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. എന്താണ് പഠിക്കണേ? നബാർഡിന്റെ ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ശരിയാണ്, ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നബാർഡ്. ഓക്കെ, ഈ രണ്ട് ഏതൊക്കെയാ? 1ഉം 2ഉം ആണ് തെറ്റ്. ഒന്നാമത്തെ നബാർഡ് സ്ഥാപിതമായത് 1985 കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നബാർഡ് സ്ഥാപിതമായത് 1982 1982 നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്. ഡേറ്റ് പറഞ്ഞാൽ ജൂലൈ 12 എന്ന് പറയട്ടെ. ജൂലൈ 12, 1982 ജൂലൈ 12. നെക്സ്റ്റ്, നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ ഫലമായിട്ട് സ്ഥാപിതമായെന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ശിവരാമൻ കമ്മിറ്റിയാണ് കേട്ടോ. ശിവരാമൻ കമ്മിറ്റിയാണ് എന്ത്? ശിവരാമൻ കമ്മിറ്റിയാണ് ഈ പിന്നെ നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്, നരസിംഹം കമ്മിറ്റി അല്ല. ഓക്കെ, ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഇനിയും ചോദിക്കാം. നെക്സ്റ്റ്, താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റേതെന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റേതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 4ഉം തെറ്റാണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. അതുപോലെ നീതി ആയോഗിന്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ് എന്നുള്ളതും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ ആരാ? അപ്പൊ ഈ ഒരു എക്സാം നടക്കുമ്പോൾ ശ്രീ BVR സുബ്രഹ്മണ്യ ആയിരുന്നു നീതി ആയോഗിന്റെ CEO. ഇപ്പൊ നിധി ചിബ്ബറാണ് കേട്ടോ. നിധി ചിബ്ബറാണ് ഇപ്പോഴത്തെ CEO. ആരാണ്? നിധി ചിബ്ബർ. ഈ അടുത്ത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിധി ചിബ്ബറാണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ CEO. ഓക്കെ, പിന്നെ തെറ്റായിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം കർണാടകയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കർണാടകയല്ല, നമുക്കറിയാം കേരളമാണ് കേട്ടോ. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം. നെക്സ്റ്റ്, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. ആരാണ്? അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ക്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, അമേരിക്കൻ വംശജനാണ്. ഓക്കെ, നെക്സ്റ്റ്, FPTPയുടെ പൂർണ്ണ രൂപമാണ്. FPTPയുടെ പൂർണ്ണ രൂപം എന്താണ്? FPTPയുടെ പൂർണ്ണ രൂപം നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആണ് കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആണ് FPTPയുടെ പൂർണ്ണ രൂപം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇന്ത്യയിലെ ലോകസഭാ പരീക്ഷകളിലും അതുപോലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ വോട്ടിംഗ് രീതിയാണ് കേട്ടോ. ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടക്കുന്ന ലളിതമായ വോട്ടിംഗ് രീതിയാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്?
ഓപ്ഷൻ ഡി വ്യാപാരവും വാണിജ്യമാണ് കേട്ടോ. വ്യാപാരവും വാണിജ്യവും. ദത്തെടുക്കല്, തൊഴിലാളി സംഘടന, വനം ഇവയൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. വ്യാപാരവും വാണിജ്യമാണ് ഇതിൽ ഉൾപ്പെടാത്തത് കേട്ടോ. ഓക്കെ. അപ്പൊ വ്യാപാരവും വാണിജ്യവും സംസ്ഥാനത്തിനുള്ളിലെ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. വ്യാപാരവും വാണിജ്യവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക കമ്മീഷന്റെ വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഏതനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 338 ബിയിലാണ് കേട്ടോ. 338 ബിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ് പ്രസ്താവനകള്? ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12ൽ കുറയാൻ പാടുള്ളതല്ല എന്നാണ് കേട്ടോ. അപ്പൊ 12ൽ കുറയാൻ പാടുള്ളതല്ല ഒരു സംസ്ഥാനത്തുള്ള മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ്. നെക്സ്റ്റ്, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാനും പാടുള്ളതല്ല. ഓക്കെ. നെക്സ്റ്റ്, മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ 164(2) അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിനെ ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഓക്കെ. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ, ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഒരു പണബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 198(1) അനുച്ഛേദമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു പണബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? 198(1)ലാണ്. അതുപോലെ ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാര ഉത്ഭവാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി 131 അനുച്ഛേദമാണ്. നെക്സ്റ്റ്, എച്ച് ഡി ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? എച്ച് ഡി ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ഐ കെ ഗുജ്റാൾ ആണ് കേട്ടോ. ഐ കെ ഗുജ്റാൾ. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് കേട്ടോ. സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി 1975 സെപ്റ്റംബർ 9 കേട്ടോ. 1975 സെപ്റ്റംബർ 9. ഓക്കെ. അപ്പൊ 9/9/1975 സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ്, നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആര്? നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. കെ എബ്രഹാം മാത്യു ആണ് കേട്ടോ. കെ എബ്രഹാം മാത്യു. നെക്സ്റ്റ്, നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്ഷൻ എ ആണ്. തൊഴിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. തൊഴിൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ് നവജീവൻ പദ്ധതി? 50നും 65നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് ബാങ്ക് വായ്പയും അതിന്മേൽ സബ്സിഡിയൊക്കെ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് 50നും 65നും ഇടയിലുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള പൗരന്മാരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഓക്കെ. അപ്പൊ ഇത് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ്. നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്നാണ് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും ശ്രീ കെ രാജനാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ കേട്ടോ. എ പി അനിൽകുമാർ ആണ് നിലവിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഓക്കെ. അപ്പൊ ചെയർമാൻ ആരാണ്? നമുക്കറിയാം മുഖ്യമന്ത്രി ആയിരിക്കും അല്ലെ, വി ഡി സതീശൻ.
നെക്സ്റ്റ്, മനുഷ്യരിൽ എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ ആണ്. ചുവന്ന രക്താണുക്കളിൽ എ, ബി എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ് കേട്ടോ. മാറാരോഗങ്ങൾ ബാധിച്ചിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി, താലോലം പദ്ധതിയാണ് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതി. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോലാബൽ നൽകപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്. ഏതാണ്? ബ്ലൂ ഫ്ലാഗ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോലാബൽ നൽകപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക് നൽകുന്നതാണ് ബ്ലൂ ഫ്ലാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടികയാണ് നൽകിയിട്ടുള്ളത്. നിരകളിലെ വാക്കുകൾ ചേരുമ്പോൾ ചേർക്കാനാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ക്രമം ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ക്രമീകരിച്ച് നോക്കാം. ഇൻസുലിൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഏതാണ്? റിലാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയമാണ്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നതോ പീയൂഷ ഗ്രന്ഥിയാണ്. അതുപോലെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പിനിയൽ ഗ്രന്ഥി കേട്ടോ. പൈനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പഠിക്കണം. ഇനി നെക്സ്റ്റ്, ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വക്രത ആരവും അതിന്റെ ഫോക്കസ് ദൂരവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യം ഏതായിരുന്നു? ആർ ഈക്വൽ ടു വക്രത ആരം ഈക്വൽ ടു 2f ആണ് കേട്ടോ. എഫ് ഏതാ ഡിനോട്ട് ചെയ്യുന്നത്? ഫോക്കസ് ദൂരത്തെയാണ്. ഓക്കെ, അപ്പൊ 0.6 × 2 എന്ന് വന്നാൽ എത്ര ആവും? നമുക്കറിയാം എന്താണ് കിട്ടുന്നത്? 1.2 മീറ്റർ എന്ന് വരും കേട്ടോ. 1.2 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ സാധാരണ താപനില 37°C ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ ബി 98.6°F. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഓപ്ഷൻ ഡി ഡെന്നീസ് ഡിറ്റോ ആണ് കേട്ടോ. ഡെന്നീസ് ഡിറ്റോ ആണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി. ആരാണ്? ഡെന്നീസ് ഡിറ്റോ. ഓക്കെ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 സ്വന്തം ചെലവിൽ ബഹിരാകാശ യാത്ര നടത്തി ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയായി മാറിയ അമേരിക്കൻ വ്യവസായിയാണ് ഡെന്നീസ് ഡിറ്റോ. 2001 സ്വന്തം ചെലവിലാണ് ഇദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളത്. അതുപോലെ ഇദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത് റഷ്യൻ പേടകമായ സോയൂസ് TM3 കേട്ടോ. സോയൂസ് TM32 സോയൂസ് TM32 ഇദ്ദേഹം യാത്ര നടത്തിയ പേടകം. ഓക്കെ, റഷ്യൻ പേടകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ, വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് ഏതാ? കലാമൈൻ ആണ് കേട്ടോ. കലാമൈൻ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സാംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. സാംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് 3 ആണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. എല്ലാ മൂലകങ്ങളും, അതായത് എല്ലാ സാംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ശരിയാണ്. അതുപോലെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ശരിയാട്ടോ. 4ാമത്തെ പ്രസ്താവന, മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നുള്ളതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന എന്താണ്? സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നാണ് കൊടുത്തത്. അത് തെറ്റാണ് കേട്ടോ. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചതെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്?
ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനാണ്. ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. ഓക്കെ, ആർക്കൊക്കെയാണ് 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ആർക്കൊക്കെയാണ്? നമുക്കറിയാം മൗങ്കി ആണ്, മൗങ്കി ഭാവൻഡി, അതുപോലെ ലൂയിസ് ഇബ്രസ്, അലക്സി ഐ എക്യുമോവ് ആണ്. ഈ 3 പേർക്കാണ് രസതന്ത്രത്തില് 2023 നോബൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മൗങ്കി ഭാവൻഡി, ലൂയിസ് ഇബ്രസ്, അലക്സി ഐ എക്യുമോവ് ആണ്. നെക്സ്റ്റ്, എന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. നെക്സ്റ്റ് 37ാമത്തെ ക്വസ്റ്റ്യൻ, മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം ശരി. സ്വയം പൂർണ്ണമായ ആശയങ്ങളോടുകൂടിയ ഒറ്റ ശ്ലോകമാണ്. അതുപോലെ അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൊ ഇത് രണ്ടും മുക്തകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രാചീന നാടകവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുക്തകം എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. അതായത് മറ്റു ശ്ലോകങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ സ്വയം പൂർണ്ണമായ ഒരു ആശയം ഒറ്റയ്ക്ക് പ്രകടിപ്പിക്കുന്ന ശ്ലോകങ്ങളെയാണ് സാഹിത്യത്തിൽ മുക്തകം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് നാടകവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കായിക ഫീച്ചർ ആണ് കേട്ടോ. ഒരു കായിക ഫീച്ചർ ആണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു കായിക ഫീച്ചർ ആണ്. നെക്സ്റ്റ്, കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? ആരാണ്? ഓപ്ഷൻ എ പ്രൊഫസർ അമ്പലപ്പുയ രാമവർമ്മയാണ് കേട്ടോ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുയ രാമവർമ്മ. നെക്സ്റ്റ്, ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. രണ്ടാമത്തത് ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാൻ ആണ് എന്നുള്ളതും ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 18 ജൂൺ 1995 സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. 1995 ജൂൺ 28-നാണ് കേട്ടോ. ജൂൺ 20 ഇവിടെയാണ് തെറ്റുള്ളത്. 18 അല്ല, 28-നാണ് എന്ത് ഫോക്ലോർ അക്കാദമി സ്ഥാപിച്ചിട്ടുള്ളത്. 1995 ജൂൺ 28-നാണ് ഫോക്ലോർ അക്കാദമി സ്ഥാപിച്ചത്. ഓക്കെ, ഇനി അങ്ങോട്ട് 10 ക്വസ്റ്റ്യൻസ് എന്താണ്? മാത്സ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ബാക്കി വരുന്നത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ ഈ ഒരു സിലബസ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് എക്സാം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു സിലബസ് നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറണ്ട് അഫേഴ്സും അതുപോലെ സയൻസ് ക്വസ്റ്റ്യനും അതുപോലെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ. ഓരോ പ്രസ്താവന ക്വസ്റ്റ്യൻസുകളിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.